അമ്മയില്ലേ അപ്പൂപ്പ? അമ്മ ഇപ്പോഴായിട്ട് പുറത്തോട്ട് പോയതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് കളിക്കാൻ പറ്റില്ല, കാരണം മൈതാനത്ത് എന്തോ പ്രസംഗം നടക്കുക. ഞങ്ങൾ ഒന്ന് ഇവിടുന്ന് കളിച്ചോട്ടെ? പിന്നെന്ത്? ആ, ശരി അപ്പൂപ്പ, ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് വരാമേ. പെട്ടെന്ന് വിളിച്ചോണ്ട് വന്ന് കളിക്കൂ. പച്ചപ്പനം തത്തേ പുന്നാരപ്പൂമുത്തേ പുന്നല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവാ പൊന്നഴകേ. തേയന്നം 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 തേയന്നം. മറന്നുപോയി, ചേട്ടാ ഒന്ന് പാടിത്തരുമോ? തെയ്യന്നം തെയ്യന്നം പാടുന്നത് പാടത്ത് നീയൊന്നു പാടഴകേ. കൊയ്യുന്ന കൊയ്ത്തരിവളിന്നൊരുക്കിളി പെയ്യുന്ന പാട്ടുപാട്. അക്കാലം മാമല വെട്ടി വയലാക്കി അരിയെങ്കിൽ മുമ്മ മുമ്മ നമ്മള് പാല് കൊണ്ടുവന്നിട്ടുണ്ടേ. മുമ്മ ഇല്ലേ അപ്പൂപ്പ? ഉണ്ട്. ജസ്റ്റ് ഒരു പാലോട് അച്ചട്ട് കിട്ടും. ശരി, നമ്മൾ ഇറങ്ങാം. ആ, ശരി. പാൽ ഇന്നിത്തിരി കുറവാണെന്ന് തോന്നുന്നില്ല. 2-3 ദിവസത്തേക്ക് പണി കരിയും വരില്ല.
ഈ വീടാണ് ഇതാണ് പോസ്റ്റ്. ആ ഓക്കെ. വേറെ അങ്ങോട്ടില്ലല്ലോ. ഇല്ല ഇല്ല. ആരെങ്കിലും കാണുമോ എന്തോ, സമയം ഒരുപാടായി. സാർ എന്താ? ആ ഞങ്ങൾ ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ലൈറ്റ് നോക്കാൻ വന്നതാണ് സാർ. കത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വന്നതാണ്. കത്തുന്നില്ല കുട്ടികളെ. ആ ഇനിയിപ്പോ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി നീക്കിയിട്ടുണ്ട്. നാളെ വരാം. വൈകി പോയില്ലേ സാർ ഇന്ന്? ആയിക്കോട്ടെ നാളെ വരാം. ആയിക്കോട്ടെ. ശരി. ഫോണിന്റെ ഒരു ശല്യം. എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നിൽക്കും. അതാ നിന്നോ എന്നാ ജോലി ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ല കാര്യം. പതുക്കെ എറിഞ്ഞു കൊടുക്കുന്ന പതുക്കെ പറ്റി. അവനല്ല ആഞ്ഞ പറയുന്നത്. ഇനി എനിക്ക് ഇല്ല, എനിക്ക് വേണം. ശരിയില്ല, എനിക്ക് വേണം. അമ്മയില്ലേ? കുട്ടിയെ ആരും നോക്ക. ആ നിങ്ങളോ? ആ പിന്നെ വരൂ വരൂ. അമ്മയ്ക്ക് സുഖാണോ? ആ എന്തോ സുഖം. വരൂ ഇവിടെ ഇരിക്കാമേ. കാറ്റ് കിട്ടുമല്ലോ. ശരി. പുതിയ ഫോണൊക്കെ ആണല്ലോ. ഇത് മോൾ അയച്ചു തന്നത്. പക്ഷേ അവൾ അയച്ചു തന്നു നല്ല ഫോൺ തന്നെ. ഇത് എനിക്ക് മെസ്സേജ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും അറിഞ്ഞൂടാ ഇതില്. ഇപ്പോ ഗ്യാസ് തീർന്നു. അത് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. പക്ഷെ ശരിയാവുന്നില്ല. അത് കുഴപ്പമില്ലമ്മേ, ഞങ്ങള് ചെയ്തു തരാം. പോരെ? ചെയ്യാം അത് മതി. പക്ഷെ അതിന് മുമ്പൊരു കാര്യം, നിങ്ങൾ വന്നത് എന്താണ് എന്ന കാര്യം അറിയണം. ഇതൊരു നല്ല വിശേഷം കൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്താണ് വിശേഷം? അമ്മ എന്നൊരു പ്രശ്നം പറഞ്ഞിരുന്നില്ലേ, അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ വന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നമില്ലേ അമ്മ? അതാണ് നമ്മൾ എല്ലാരും കൂടെ എഴുതി തയ്യാറാക്കിയത്. അമ്മ ഇതൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഒരുവിധമൊക്കെ എഴുതി അമ്മ വായിച്ചിട്ട് ഇങ്ങനെ മതിയൊന്നൊന്ന് നോക്കണം. നോക്കാം. ഞാനും ഒപ്പിട്ടിട്ടുണ്ട് എല്ലാവരെയും പോലെ. സമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങോട്ട് കൊട്ടേഷൻ തരികയല്ല ചെയ്തു. എനിക്ക് അറിയേണ്ടതില്ല. സുരേക്കും ദേനേറ്റിനും
ഹലോ സാർ, നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. സുഖം തന്നെ? സുഖം തന്നെ. ആ, പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയല്ലേ. വിശേഷങ്ങൾ എന്താ പറയാ, ആരോഗ്യസ്ഥിതി മോശം, ശരീര സുഖമില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി. എന്തായാലും ചെറിയൊരു DA വർദ്ധിപ്പിച്ചെന്നൊക്കെ കേട്ടു. ഇത്രയൊക്കെ തന്നെ പറയാം. വലിയ വയസ്സായില്ലേ, ഇതൊക്കെ സാധാരണ. ഇപ്പോഴത്തെ പേ റിവിഷനെ പറ്റി എന്താ പറയാനുള്ളത്? പേ റിവിഷൻ്റെ ഉത്തരവ് കിട്ടി, അതിൻ്റെ അരിയേഴ്സ് വാങ്ങിക്കുന്നു. ഇല്ല, നേരെ പറഞ്ഞാൽ അതിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യം. പേ റിവിഷനിൽ ഒരു മാറ്റമുണ്ട്, ഒരുപാടൊന്നുമില്ല. ഒരു 1000, 1200 സാറിനൊക്കെ ഒരുപാട് സർവീസ് ഉള്ളതുകൊണ്ട് അത്രയൊക്കെ കിട്ടും. അതൊരു വലിയ കാര്യം തന്നെ. ഈ രൂപ കിട്ടിയിട്ട് എന്താ പ്രയോജനം? ചുമ്മാ കിട്ടുന്നതല്ലേ ഉള്ളൂ. ചുമ്മാ കിട്ടണേ. പെൻഷൻ ആരുടെ ഔദാര്യമാണ്? നീക്കിവെച്ച ശമ്പളമാണെന്ന്, നീക്കിവെച്ച വേതനമാണെന്ന് ഇത്രയും കാലം സർവീസ് ചെയ്തിട്ട് സാറിന് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ അറിയാം. എപ്പോഴും ഇതിനെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. ഇന്ന് പെൻഷൻ എത്ര വർദ്ധിപ്പിച്ചാലും ഇന്നത്തെ മാർക്കറ്റിംഗ് റേറ്റ്, അതായത് സാധന വിലയുടെ അനുസരിച്ച് നമുക്കിതുകൊണ്ടൊന്നും പ്രയോജനമില്ല. 90% പെൻഷനേഴ്സും രോഗികളാണ്. അത് സത്യം, അത് സത്യം. അവർ വാങ്ങുന്ന മരുന്ന് നിത്യവും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, മരുന്നിന് എന്തെങ്കിലും സബ്സിഡി ഗവൺമെന്റിന് ഏർപ്പെടുത്തിക്കൂടും. പെൻഷൻകാർക്ക് അത് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനെതിരും. സാറ് സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞ ഞാൻ അതിനെതിരാണ്. അല്ല, പെൻഷൻകാർക്ക് പെൻഷനുണ്ട്, അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ തികയുന്നില്ല എന്ന് പറയുന്നു. ഈ പാവപ്പെട്ട കർഷക തൊഴിലാളിക്കും ഈ രോഗമൊക്കെ വരും, അയാൾക്ക് മരുന്ന് വാങ്ങിക്കണ്ടേ? അവർക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപ പെൻഷനുണ്ട്. കർഷക തൊഴിലാളി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ ഇഷ്ടം പോലെ പൈസയാണ് ഇപ്പോൾ. സാറേ, നിങ്ങൾ മതിയാക്കി. ഇതൊക്കെ കേട്ട് എവിടെ പോയാലും ഇതൊക്കെ കേൾക്കാനുള്ളൂ. അതായത് നമ്മളെ പാട്ടുകാരൻ. പിടികിട്ടിയല്ലേ ആളിന്? പിന്നെ എന്തൊക്കെയുണ്ട്? നിനക്ക് കച്ചേരികളൊക്കെ ഉണ്ടോ? കച്ചേരിയും പുറകിലൊക്കെ ഉണ്ട്, ഇങ്ങനെ പോണു. ശരി, എന്നാ നിന്റെ ഒരു പാട്ട് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സമയം പോകാനുള്ളതല്ലേ, വയസ്സായ കാലത്തല്ലേ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഒരു നാടൻ പാട്ട് ഇപ്പം പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് പാടി കേൾപ്പിക്കാൻ ഞാൻ. കൊള്ളാമെന്ന് നോക്കട്ടെ, നിങ്ങൾ അഭിപ്രായം പറ. കുറച്ച് വരികളേ ഉള്ളൂ, കുറച്ച് വരികളേ ഉള്ളൂ, എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചുമ അടിച്ചിട്ട് കുറച്ച് ദിവസമായി സാറേ. ഇത്തിരി പേര് മൂക്കുകൂടി വലിച്ച എന്റെ പൊന്ന് സാറേ, വേണ്ട. തന്തിന്നോ തന തന്തിന്നോ തന തന്തിന്ന താനോ തന്തിന്നോ തന തന്തിന്നോ ആടിക്കാർ മാനം നിറയ്ക്കണല്ലോ പൊന്നെ, കാതരേ നേരം കറുക്കണല്ലോ. ആടിക്കാർ മാനം നിറയ്ക്കണല്ലോ പൊന്നെ, കാതരേ നേരം കറുക്കണല്ലോ. അങ്ങങ്ങോ കാണുന്നു ചന്ദ്രനെ പെണ്ണെ, അങ്ങത്താൻ നിട്ടിത്തുഴയട്ടെ ഞാൻ. അങ്ങങ്ങോ കാണുന്നു ചന്ദ്രനെ പെണ്ണെ, അങ്ങത്താൻ നിട്ടിത്തുഴയട്ടെ ഞാൻ. കാലങ്ങൾ നിട്ടിത്തുഴയട്ടെ ഞാൻ. തന്തിന്നോ താന തന്തിന്നോ തന തന്തികത്താരോ തന്തിന്നോ താന തന്തിന്നോ തന്തിന്നോ താന തന്തിന്നോ തന്തിന്നോ താന തന്തിന്നോ. എന്താ മാധവക്കുട്ടിയെ ഒരു വല്ലായിക? TV കാണാൻ പറ്റണില്ല. റിമോട്ട് ഇവിടെ എങ്ങും കാണാനില്ല, എല്ലായിടവും നോക്കി. എവിടെ വെച്ചോ എന്തോ മറന്നുപോയി. ഭയങ്കര മറവി. വയസ്സായപ്പോ ഭയങ്കര മറവി. എന്ത് ചെയ്യാൻ, നേരവും പോവില്ല. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക
കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. കാക്ക് ബാക്കി മറന്നുപോയി അല്ലേ? എന്നാ ബാക്കി ചൊല്ലിക്കോളൂ. മറന്നുപോയത് കൊണ്ടാണ്. അപ്പൊ മറവി എല്ലാവർക്കും ഉണ്ടാവും, ആക്ഷേപിക്കൊന്നും വേണ്ട. മറന്നുപോയോണ്ടാണ് ചേട്ടൻ ബാക്കി പാടാത്തത്. എനിക്കത് മനസ്സിലായി. ഓ, മറവിതൻ മറപ്പെടുക്കാൻ മാത്രം മറവിയുണ്ടായിട്ടില്ലിത്രാളും. സാമ്പാറോ ചമ്മന്തിയോ? ദോശയ്ക്ക് ചമ്മന്തി. ആഹാ, ഇതായിരിക്കുന്നു. ഹലോ. ഹലോ അമ്മേ. ആ മക്കളെ, നീയോ? എന്തെല്ലാം വിശേഷം അമ്മേ? വിശേഷം ഇവിടെ ഞങ്ങൾക്ക് എന്തോന്ന് വിശേഷം. ആ പിന്നെ ഞങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു. അത് ശരി. ആ പിന്നെ ഇവിടുത്തെ ലോക്കൽ ഇലക്ഷൻ കഴിഞ്ഞു. ആഹാ. അമ്മയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ വയ്യ മോളെ. മരുന്നൊക്കെ കഴിക്കുന്നോ? ഉണ്ട്. അച്ഛൻ എവിടെ അമ്മേ? ആ അച്ഛൻ വെളുപ്പിനെ പോയി മോളെ. എവിടെ? പെൻഷൻ വാങ്ങാൻ 5 മണിക്കുള്ള ബസ്സിന് പോകും. 5 മണിക്കുള്ള ബസ്സിനോ? അതെന്താ എത്ര നേരത്തെ? എന്തോ ഒരു തിരക്കാണെന്നോ പെൻഷൻ വാങ്ങുന്നിടത്ത്. വയസ്സന്മാരെല്ലാം ക്യൂ നിന്ന് തളരും, പാവങ്ങള്. അയ്യോ, എന്തൊരു കഷ്ടമാണിത്. എന്ത് ചെയ്യാം? പലപ്പോഴും മാറ്റാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞു അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിലേക്ക് മാറ്റണമെന്ന്. ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നേ. പക്ഷെ എന്ത് ചെയ്യാം, പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടി ഒരു സന്ദർഭം അതേ ഉള്ളൂ. സാരമില്ല. പിന്നെ മോള് വയ്ക്ക്, പൈസ കളയണ്ട. അച്ഛൻ കൂടെ ഉള്ളപ്പോ വിളിക്കാം. ശരി അമ്മേ, ഞാൻ ശരി പിന്നീട് ശരി വിളിക്കാം. ശരി 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 മോളെ. ശരി ശരി. വെക്കുന്നേ. ആ
ഇത് കൊള്ളൂല. കൊള്ളൂലേ? ഇനി എനിക്ക് എടുക്കാൻ പോകാൻ വയ്യ. അത് ഞാൻ ഇപ്പൊ എടുത്ത് കളഞ്ഞത് വെച്ചൂടെ? അത് വെക്കാൻ പറ്റാത്തണ്ടല്ലേ എടുത്ത് കളഞ്ഞു. അപ്പം വന്നു. ഞങ്ങളല്ല, ഞാനാണ് പറഞ്ഞത് കൊണ്ട്. അല്ല, ഞാനാണ്. ഇല്ല, ഇവിടുത്തെ ആളെവിടെ പോയി? ഫോൺ എടുക്കാനും ആരുമില്ല. ഹലോ, ആ മോളെ, ആ ശരി, ആ ആ ഉണ്ട്, വിളിക്കാം മോളെ, ഇവിടെ ഉണ്ട്. ആ അവൾ തന്നെ മോള് വരണം. അന്ന് അവക്കെന്തോ പറയാനുണ്ട്. ഇന്നലെയും കിട്ടിയില്ലല്ലോ അച്ഛനെ, അതുകൊണ്ട് ഇതാ ഇതാ വിളിക്കണം. ആ ഹലോ. ആ മാണിക്കം, പറഞ്ഞോളൂ. മക്കളെ, ഞങ്ങൾ സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ കാര്യമല്ല. ഓ പോയി. പിള്ളേരെ, മാതാകുട്ടിയെ, പിള്ളേരിങ്ങോട്ട് വരുമെന്നാണ്. കൊച്ചുമക്കളെ, ഓ, അത് ശരി. അപ്പം നമുക്ക് തയ്യാറായിരിക്കണം. നല്ല കാര്യമല്ലേ. അതേ, ഞാൻ മരുന്ന് വാങ്ങാൻ പോവുകയാണ്. മരുന്നെല്ലാം തീർന്നു. പറ്റുമെങ്കിൽ ഡോക്ടറെയും കണ്ടിട്ടേ വരുള്ളൂ. എൻ്റെ കൂടെ ഒന്ന് വരാമോ? നീ പതിവായിട്ട് തന്നെ അല്ലേ പോകുന്നേ? ഇന്നും അതുപോലെ ആയാ പോരെ? ശരി, ഞാനിതാ ഒരു ജോലിയിൽ ഏർപ്പെടാൻ. ശരി.
കയറണം, ടൈം ഓവർ. പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ മാറണം, പിടി വിടണം, അല്ലെങ്കിൽ മാറി നിൽക്കുക. ജംഗ്ഷനില് ഒരു മരുന്ന് കടയുണ്ടല്ലോ, അവിടെ ഒന്ന് നിർത്തണേ. സ്കൂളിന്റെ എതിരുള്ളതാ. മോൻ വണ്ടി നിർത്തിയത്, ആട്ടോ നിർത്തിയത് വലിയ ആശ്വാസമായി. ബസ് വന്നു, അതിൽ കയറാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ല. എന്തൊരു പൊക്ക ആ ഫുട്ബോളിന്. അതൊക്കെ അങ്ങനെ കൊണ്ടാക്കി വെച്ചേക്കണം മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട്. അയ്യോ, പാടുപെട്ടു. കാല് വെച്ചിട്ട് ഒരിക്കലും അങ്ങോട്ട് കയറാൻ നിൽക്കില്ല. അയാൾ കണ്ടക്ടറാണെങ്കിൽ ഭയങ്കര വഴക്ക്. അമ്മച്ചി അവിടെ വിട്ടാ മതിയോ, തിരിച്ചുകൊണ്ട് വരണോ? വിട്ടാ മതി. ഓ ശരി ശരി ശരി. രൂപ 60 രൂപ. 50 രൂപയെ ഉള്ളൂ. ഇത് ഇതാ, വേറെ ഇല്ലേ? വേറെ ഇല്ല. ഇതേ ഇത്രേ ഉള്ളൂ. ഞാൻ ബസ്സിൽ വരാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ബസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ആട്ടോ പിടിച്ചത്. നാളെ തരാം ബാക്കി. ഈ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ കൂടാണ്ടേ വരണം? എന്തിനമ്മ ചുള്ളെങ്കിൽ തരും. ഇനി വണ്ടി കയറി വരുമ്പോ ആവശ്യത്തിന് പൈസ കൈ വയ്ക്കണം. ആളുകളെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ശരി ശരി. ചലിക്കുന്നു എൻ ചിന്ത കാതരേ നമ്മുടെ സായാഹ്നത്തിൽ എൻ കളിത്തോഴി ചലിക്കുന്നു എൻ ചിന്ത കാതരേ നമ്മുടെ സായാഹ്നത്തിൽ മഞ്ഞും
വസന്തവും വന്നിരുന്നു നമ്മൾ താളലയത്തിൽ ലയിച്ചിരുന്നു എൻ കളിത്തോഴി ചലിക്കുന്നു എൻ ചിന്ത കാതരേ നമ്മുടെ സായാഹ്നത്തിൽ എൻ കളിത്തോഴി നിൻമുഖം വാടിയാൽ എൻ ചിരിമായുന്ന കൽപ്പിതയൗവനകാലം നിൻമുഖം വാടിയാൽ എൻ ചിരിമായുന്ന കൽപ്പിതയൗവനകാലം സുസ്മേരയായൻ മുന്നിൽ വന്നെത്തിയ സുസ്മേരയായൻ മുന്നിൽ വന്നെത്തിയ ഭാഗ്യ സൗന്ദര്യമേ എൻ ജീവസൗരഭ്യമേ എൻ കളിത്തോഴി ചലിക്കുന്നു എൻ ചിന്ത കാതരേ നമ്മുടെ സായാഹ്നത്തിൽ മഞ്ഞും വസന്തവും വന്നിരുന്നു നമ്മൾ താളലയത്തിൽ ലയിച്ചിരുന്നു എൻ കളിത്തോഴി വന്ന് തിരിഞ്ഞു നോക്കി. എന്താ അതിന്റെ അർത്ഥം? എങ്ങനെ കാണുന്നു? അത് എഴുന്നേഴിന്റെ വരുമല്ലോ. അപ്പൊ മുയന് തോന്നി അവിടെ കിടന്നൊന്ന് ഉറങ്ങിയല്ല. ആ വരൂ വരൂ വരൂ. ആ ഞങ്ങളൊരു കഥ പറഞ്ഞോണ്ടിരിക്കുക. ആ മുയല് കുറച്ചു ദൂരം ഓടി കഴിഞ്ഞു പോയി കേട്ടോ. എന്നിട്ട് അവിടെ വന്ന് കിടക്കുകയാണ്. ആമ പതിയെ പതി മുയലിന്റെ അടുത്ത് വന്നു. അപ്പോഴവൻ പതുക്കെ സ്ലോ ആയിട്ട് അനങ്ങാതെ പോയി. അതെന്തിനാ അനങ്ങാതെ പോയത്? ശബ്ദം ഉണ്ടാക്കിയ മുളന്നാളയില്ലേ ബുദ്ധിമുണ്ട്. കുറച്ച് ദൂരം എത്തിയപ്പോ ആമയ്ക്ക് കഴിയുന്നത്ര വേഗത്തിൽ അന്ന് ലൈറ്റിന് വേണ്ടിയുള്ള പെറ്റിഷൻ കൊണ്ടുവന്ന മോളല്ലേ? ഒരു പെറ്റിഷൻ കൂടെ ഉണ്ട്. ബസ്സിൻ്റെ പടികളുടെ ഉയരം കൂടുതലാണ്. അത് വൃദ്ധരായ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബസ്സുകൾക്ക് ഓരോ പടി കൂടെ ഞങ്ങൾ വൃദ്ധർക്ക് വേണ്ടി വയ്ക്കണം എന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കാനാണ് പെറ്റിഷൻ. ആ കേട്ടോളൂ. ജംബൂഫലാനി പക്വാനി ജംബൂഫലാനി പക്വാനി പതന്തി വിമലേ ജലേ പതന്തി വിമലേ ജലേ കപി കഭി. അപ്പോൾ ബുദ്ധിമുട്ടാണല്ലേ? ആ ശരി. കാപി കമ്പിത ശാഖാഭ്യോ ഗുളു ഗുഗുളു മനസ്സിലായോ? എന്തോന്ന് ഒരു മരം, മരത്തിൽ നിറയെ പഴം. അപ്പൊ എന്നാ പോയിട്ട് വരാം. ശരി. വൈകിട്ട് കഥ പറഞ്ഞു തരുന്നു.
പിന്നെ ഞാൻ ആ കുട്ടിയെ വിളിച്ചിരുന്നു ഈ പടിപ്രശ്നത്തിൻ്റെ നിവേദനത്തിൻ്റെ കാര്യം പറയാൻ. അവർക്ക് കൂടിയാലോചിക്കണമെന്ന്. നടക്കില്ലായിരിക്കും, വൃദ്ധരുടെ മാത്രം പ്രശ്നമാണല്ലോ. ശരിയാണ്. ആ പിന്നെ നമ്മുടെ ഗ്ലോറി ബായ് ടീച്ചറുണ്ടല്ലോ അമേരിക്കയിലെ, അവർ വീണ്ടും വിളിച്ചിരുന്നു. അവിടെ ബസ്സുകൾക്കെല്ലാം പടികൾ വളരെ വൃദ്ധർക്ക് പോലും സൗകര്യമായിട്ടുള്ള രീതിയിൽ പൊക്കം കുറഞ്ഞ് ഉള്ള രീതിയിലാണെന്ന്. വീൽ ചെയറിൽ ഇരുന്ന് ബസ്സിനകത്തോട്ട് കയറാമെന്ന്. നല്ല കാര്യമല്ലേ? അമേരിക്ക വൃദ്ധർക്ക് നല്ല പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ സ്കൈപ്പിൻ്റെ കാര്യം പറഞ്ഞു. സ്കൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. പരസ്പരം കാണാമെന്ന്, നമ്മൾ ഈ ഇരിക്കുന്നത് പോലെ ഇരുന്ന് സംസാരിക്കാമെന്ന്. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിരുന്നെങ്കിലേ നമ്മളെ കൊച്ചിനോട് അതിൽ നോക്കി സംസാരിക്കാമായിരുന്നു. കുഞ്ഞുണ്ണി കൂട്ടരും അപ്പൂപ്പനും ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു വട്ടം, ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു പട്ടം, മൂളയച്ചീടിൽ പൊന്തുന്ന പട്ടം, മൂളയച്ചേടിൽ പൊന്തുന്ന പട്ടം, കാറ്റത്തുലഞ്ഞു കളിക്കും പട്ടം, കാറ്റത്തൊളിഞ്ഞു പഴയ്ക്കും പട്ടം. അയ്യോ കുരുങ്ങല്ലേ പട്ടമേ നീ, അയ്യോ കുടുങ്ങല്ലേ പട്ടമേ നീ, എൻ കളിത്തോഴനെനിക്കെന്നും നീ, എനിക്കെന്നും എൻ കളിത്തോഴനെനിക്കെന്നും നീ. മോനെ കിച്ചു വന്നേ, ചേച്ചിക്ക് ഫ്രഷ് ആവട്ടെ. കുറച്ച് കഴിഞ്ഞ് അമ്മ വിടാം. ആ ഞങ്ങളിവിടെ എത്തി. ഇതാ കൊടുക്കാം അമ്മ ഇവിടെ. അമ്മ അമ്മ വിളിക്കുന്നു. ഹായ് മുറുക്ക്. എവിടെ മുറുക്ക് ഇഷ്ടമല്ലല്ലോ. മക്കളിങ്ങ് എത്തി കേട്ടോ. മുറുക്ക് വേണ്ടല്ലോ. സന്തോഷം, വളരെ സന്തോഷം. എന്തോന്ന് മോളേത്? ഗെയിം 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 കാർ റേസിംഗ്. എന്റെ കാറ് വേറെ കാറിനെ ഇടിക്കുമെന്ന്. പിടിച്ചു പൊട്ടിപ്പോവോ? വേറെ തകരുവോ? അയ്യോ അയ്യോ. തീർന്നു. എന്തോ തീർന്നേ? ഗെയിം തീർന്നു.
ചെയ്തോ മക്കള് ജയിച്ചോ? പിന്നെ അത് മതി, കുഴപ്പമില്ല. ഏതായാലും ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പേര് കാണും. അത് ഗെയിമിന്റെ പേരാണ് NFS. ഇതിന്റെ പേര് ഇതിന്റെ പേരാണ് ഐപാഡ്. പിന്നെ കുറെ ആപ്പുകളും ഉണ്ട്. ആപ്പ്? അതെന്തോന്ന് ആപ്പ്? എന്തോന്ന് പറയണോ എന്തോ ആപ്പ് പോലും ആപ്പ് വയ്ക്കുന്ന കാര്യം. കീർത്തന, രാവിലെ വന്നു. എവിടെ പോയാ? എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നില്ല, നമുക്കൊരു സെൽഫി എടുക്കാം. വാടക്കൂട്ട എന്നെ കാണാൻ ഓക്കെ. ഞാൻ പോട്ടെ. ബൈ ബൈ ബൈ. ചേട്ടാ ഞാൻ പറയണേക്ക്, ഇവിടെ കൊള്ളാല്ലേ? അപ്പൂപ്പന് കുറെ കവിത അറിയാം, പട്ടം ഉണ്ടാക്കാം, കളിക്കാം, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ചേട്ടോ മനുഷ്യനാണ്. നല്ല ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് വരാം. പല്ലുതായ്പൊക്കെ കഴിഞ്ഞാ? എപ്പോഴും ഇത് പറക്കോ? ഇതേത് പക്ഷിരാ? പരുന്ത്. ഏത് പരുന്ത്? മനത്ത് പറക്കണ പരുന്ത്. പൂവുണ്ട് മണമുണ്ട് പൂമരത്തണലിലി പുഞ്ചിരിച്ചൊഴുകുന്ന പുഴയുമുണ്ട്. കാടുണ്ട് മഴയുണ്ട് നാടൻ പാട്ടിൻ്റെ ഈരടി മൂളുന്ന കാറ്റുമുണ്ട്. ഒത്തു കളിക്കാൻ കൂട്ടരുണ്ട്, പഴം കഥ ചൊല്ലാൻ മുത്തച്ഛനും, മധുരം വിളമ്പുവാൻ അമ്മമ്മയുണ്ട്, കൂടൊരുക്കിടുവാൻ കൂട്ടരുണ്ട്. നീ എന്തിനാ എപ്പോഴും ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നു? നീ ചെണ്ടക്കാരനാവാനാണ്. ചെണ്ടക്കാരനോ? നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ നന്ദു? അപ്പുറം അപ്പുറമൊക്കെ നല്ല വീടാണോ? ഇല്ല, എൻ്റെ ഫ്ലാറ്റ് ഇതേപോലെയാ. ഒരു റൂമിന്റെ ജനാല തുറന്ന അപ്പുറത്തൊരു ഫ്ലാറ്റ്, വേറെ റൂമിന്റെ ജനാല തുറന്ന അവിടെ ഒരു ഫ്ലാറ്റ്, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്ലാറ്റ് ഉണ്ടോ? അപ്പൊ ഇതാണ് നല്ലത്. അയ്യോ, മറ്റേ സാധനം മേടിച്ചില്ല. അപ്പൊ ഈ നിങ്ങൾ ആറൊക്കെ ഇവിടെ വരുമ്പോഴാണോ കാണുന്നത്? അവിടെ ഇല്ലേ ഇങ്ങനത്തെ? ഇല്ല, അവിടെ ആറൊന്നുമില്ല. അപ്പൊ ഇവിടെ വരുമ്പോഴാണോ കാണുന്നത്? ആ, പണ്ടെപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ? നമുക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചാലോ? ആദ്യം കൊണ്ടുപോകാം.
നിന്റെ ചേട്ടനെ വിളിക്കും. അതാ അവളും വന്നിരുന്നു ഒരു ശൂലവും കൊണ്ട്. അപ്പോഴേ നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സ്കൈപ്പ് ഉണ്ടോ ഇതില്? നിങ്ങൾ എന്ന് വിചാരിച്ചത് എന്നെ കുറിച്ച്? എനിക്കിതൊന്നും അറിഞ്ഞുവിടണോ? എനിക്കും അറിയാൻ ചിലതൊക്കെ കേട്ടോ. ആ സ്കൈപ്പ് ഒന്ന് ഇട്ടതാ. എനിക്ക് അമേരിക്കയിലും ബോംബെയിലും ഒക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ടൊന്ന് സംസാരിക്കാം. ഇന്ന് അമ്മൂമ്മ ഇന്നിപ്പോ ചാർജ് ഇല്ല, നമുക്ക് നാളെ ചെയ്യാം. എന്നാലും മതി. പിന്നെ അത് തന്നെ എല്ലാരും ഇങ്ങോട്ട് വന്നേ. അപ്പൂപ്പ ഇങ്ങ് വന്നേ. അമ്മൂമ്മ ഞാൻ സൂത്രം കാണിച്ചു തരാം. സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് നോക്കിക്കേ. ഒരു പട്ടിക്കുട്ടി വീട്ടിൽ ചെയ്യുന്ന കാര്യം നോക്കിക്കാം. പട്ടിയുടെ വീട് നോക്കിക്കാം. അതിശയം തന്നെ. അയ്യോ എന്തോ മോളെ എത്തുന്നത്. ഇത് ഫേസ്ബുക്കിൽ കിട്ടിയതാണ്. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ്. മനുഷ്യ കുട്ടികളെ പോലും ചിലപ്പോൾ ചെയ്യില്ല. ഫേസ്ബുക്ക് എനിക്കതിലൂടെ തന്നെ മോനെ പഠിക്കണമെന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചുതരാം അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മ അങ്ങ് വരണം. അമ്മൂമ്മ അതെങ്ങനെ നിങ്ങൾ രണ്ടുപേരും അങ്ങ് വരണം. അപ്പൊ വന്നിട്ട് എനിക്ക് വരാൻ പറ്റൂല. പിന്നെ ഇട്ടല്ലടാ. ഇട്ടാ ചേച്ചി ഇതെടുത്ത് മാറ്റുക. ഇതെടുത്ത് മാറ്റി. ഞാൻ ഇട്ട അപ്പൊ കളിക്കൂല. ഇതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നോടാ. ഓ ഇനിയിപ്പോ അവരും പോയി കഴിഞ്ഞ് വാടകയ്ക്ക് താമസിക്കുന്ന കുഞ്ഞുങ്ങളും പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെ മൂകതയും നിശബ്ദതയും ആകെ പ്രയാസം തന്നെ. ഒരു വല്ലായ്മ. സീരിയൽ മുടങ്ങി. പിള്ളേർക്ക് ബോറടിയല്ലേ. അപ്പൊ ഇംഗ്ലീഷ് സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് അവൻ. നമുക്കിവിടെ എങ്ങനെ ഇരിക്കാം. അമ്മൂമ്മ ഇറങ്ങുവാണേ. വെള്ളം കൂടെ പിടിച്ചിട്ട് പോവാ. ഒരു മിനിറ്റ്. നീ വെള്ളം കൂടെ വെച്ചാ
ഞാൻ അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് വേണം ഓട്ടോ വിളിക്കാൻ പോവാൻ. സമയമില്ല. എന്താ ലേറ്റായി? നീ എന്താ കാണുന്നവരെ അമ്മൂമ്മ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങ് ശരി 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 വിളിക്കാം. ആ വിശേഷങ്ങളെല്ലാം പോയിട്ട് വരാം. നമ്മളെ മക്കളെ ഇപ്പൊ പോയിട്ട് വരാം. മോനെ അവളെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ആ ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്. ആ ഒരു കണ്ണ് അവിടെ പുറകെ വേണം, സൂക്ഷിച്ചു വേണം. പഞ്ചായത്തിൽ പോവുക വരിക. ഈ കാര്യമൊന്നുമില്ല, നിങ്ങളെ കാര്യം പോവുക. 5-10 ദിവസത്തിനകത്ത് കിട്ടും. അതാണ് അതിൻ്റെ യഥാർത്ഥ കക്ഷി ആയിരിക്കണം എഴുതി കൊടുക്കണം. മറ്റു കൊടുക്കുകയാണെങ്കിൽ അത് ധനനിശ്ചയമായിട്ട് കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കുന്നത്? വിലയ്ക്ക് കൊടുക്കുന്നത് ധനനിശ്ചയമായിട്ട് കൊടുക്കും. ധനനിശ്ചയമായിട്ട് അതാണ് രജിസ്റ്റർ ചെയ്ത് ആ കോപ്പി ഇവിടെ കൊണ്ടുവന്ന ഫീസ് അടച്ചിട്ട് ഇത്ര ദിവസത്തിനകത്ത് ആ പേരിലാക്കി തരും. അതാണ് അതിൻ്റെ നടപടി. ഞങ്ങക്ക് പോണ്ട അപ്പൂപ്പ. അപ്പൂപ്പ ഞങ്ങളുടെ പുതിയ വീട്ടില് വരൂ. തീർച്ചയായിട്ടും. അപ്പോഴ് നിറച്ച സൂത്രം ഈ കയ്യിൽ ഒരാൾക്ക് ഈ കയ്യിൽ എന്താ പറയുന്നത്? നമ്മളിടയ്ക്ക് വരാം. അപ്പൂപ്പനെ അമ്മൂമ്മയും കാണാൻ വരണേ എല്ലാരും. വരാം. മാത്രമേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. വരാം. അമ്മ പോയിട്ട് വരാമേ. മരുന്നൊക്കെ മറന്നു പോവാതെ വരണേ മക്കളെ.
മറക്കല്ലേ. പോയിട്ട് വരാം. രണ്ട് വലിയ വീടും വെച്ചിട്ട് അങ്ങ് പോയി. പഴയ വീട് മതിയായിരുന്നു, ചുറ്റിനും ആൾക്കാരെങ്കിലും കാണുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രം.
സമാന്തരമായി നീണ്ടുപോകുന്നൊരു വീതിയിലന്യമായി സഞ്ചരിച്ചോ സമാന്തരമായി നീണ്ടുപോകുന്നൊരു വീതിയിലന്യമായി സഞ്ചരിച്ചോ സായന്തനരേണു വീണടിഞ്ഞിടിലും സായന്തനരേണു വീണടിഞ്ഞിടിലും നിൻമുഖം പാടിടല്ലേ എന്നെ അകന്നിടല്ലേ എൻ കളിത്തോഴി ചലിക്കുന്നു എൻ ചിന്ത കാതരേ നമ്മുടെ സായാഹ്നത്തിൽ മഞ്ഞും വസന്തവും വന്നിരുന്നു നമ്മൾ താളലയത്തിൽ ലയിച്ചിരുന്നു എൻ കളിത്തോഴി ഇവിടെ ഇരിക്കായിരുന്നോ? വായിച്ചോണ്ടിരിക്കുകയാണോ? ഒരു പേപ്പറും പേനയും എടുത്ത് എന്റെ അവിടെ ഇങ്ങോട്ടൊന്ന് വരാമോ? അവിടെ എന്താ പറയണ്ടത്? എന്താണ് ഞാൻ എഴുതേണ്ടത്? പറയാ. എഴുതേണ്ടത് പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ദുഃഖപൂർവം ഒരു വൃദ്ധ എഴുതുന്ന കത്ത്. സർ, ഞാൻ ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപികയാണ്. എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ. ഞങ്ങൾ 70 വയസ്സ് കഴിഞ്ഞവരാണ്. എല്ലാ വൃദ്ധരെയും പോലെ ഞങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിൽ പ്രധാനമായത് ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എഴുതി കഴിഞ്ഞല്ലോ. ഇനി എൻ്റെ കൂടെ ഒരിടം വരെ വരണം. മാധവിക്കുട്ടിയെ, എന്തോ ഈ നിലയിലായോ മാധവിക്കുട്ടി? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബസ്സിൻ്റെ പടികൾ വളരെ ഉയരം കൂടിയവയാണ്. മറ്റ് വൃദ്ധർക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഞങ്ങൾ അവശരായ വൃദ്ധർക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ പടികൾക്ക് ഉയരം അല്പം കുറയ്ക്കണമെന്ന്
താഴ്മയായി അപേക്ഷിക്കുന്നു. വിനയപൂർവം ഒരു വൃദ്ധ മാധവി.